ഗുണ്ടാ പശ്ചാത്തലമുള്ളവർക്ക് വിരുന്നു നൽകിയതിൽ ഈ ജയിൽ വകുപ്പിൻ്റെ നടപടികൾക്ക് സാധ്യത. ഈ ഗുണ്ടാ പശ്ചാത്തലമുള്ളവർ വന്നു, ഭക്ഷണം കഴിച്ചു, നല്ല വെടിച്ചിൽ റീലും എടുത്ത് പോസ്റ്റ് ചെയ്ത് പോയി. ഇപ്പോൾ ജയിൽ വകുപ്പ് ആകെ പെട്ടുവല്ലേ ശരൺ? വെങ്കടേഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിഗംഭീര റീൽസ് ചിത്രീകരണമാണ് അവിടെ നടന്നതെന്നുള്ളതാണ്. സിനിമയെ വെല്ലുന്ന ഒരു പെർഫോമൻസ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. നമ്മൾ ആ റീൽസിൽ കൃത്യമാണതെല്ലാം. എന്തായാലും രണ്ട് രീതിയിലുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, അവിടെ റീൽസ് ചിത്രീകരണം, അതായത് സുരക്ഷാ മേഖലയാണ് ജയിലിനകത്തടക്കമാണ് ഈ റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നത്. ഇതിന് പുറമെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഈ ക്ഷണിച്ചുകൊണ്ട് ആ വിരുന്നിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ജയിൽ DGP ഇടപെടുകയും ജയിൽ DGP സൂപ്രണ്ടിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നത്. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞിരുന്നത് എല്ലാം ഉത്തരവാദിത്വം വരുന്നത് വിരമിച്ച ഉദ്യോഗസ്ഥനാണെന്നുള്ളത്. അതായത് വിരമിച്ച ഉദ്യോഗസ്ഥനായ തോമസ് ആണ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ അവിടേക്ക് ക്ഷണിക്കുന്നത്. അതിനുശേഷം തോമസ് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. തങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഒപ്പം തന്നെ താൻ ഒരു അദാലത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു, തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള വിശദീകരണമാണ് സൂപ്രണ്ട് ജയിൽ DGPക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിശദീകരണങ്ങൾ കൊണ്ട് ഇത് അവസാനിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ജയിൽ വകുപ്പിൻ്റെ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതായത് ജയിൽ അധികൃതർക്ക് ഈ സംഭവത്തിൽ കൃത്യമായ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിരുന്നത്, സാധാരണഗതിയിൽ ജയിലിലേക്ക് സന്ദർശകർ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രജിസ്റ്ററിൽ പേരും മേൽവിലാസവും എഴുതി വയ്ക്കണം. പക്ഷേ പേര് മാത്രമാണ് അവിടെ എഴുതിയിരുന്നത്. ഇതിന് പുറമെ തന്നെ അകത്ത് വീഡിയോ ചിത്രീകരണത്തിന് അനുമതി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. മൊബൈലിലാണ് ഇതെല്ലാം തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെയും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട പരാതി ജയിലിലെ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ഈ ജയിലിലെ റീൽസ് ചിത്രീകരണത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഫോ പാർക്ക് പോലീസിന് ജയിൽ സൂപ്രണ്ട് പരാതി നൽകിയിരുന്നതാണ്. ആ പരാതിയിൽ ഇന്ന് കേസെടുക്കാനുള്ള നടപടികളിലേക്ക് ഇൻഫോ പാർക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ശരൺ, ഈ പിറവത്ത് +2 വിദ്യാർത്ഥിയെ കാണാതായ സംഭവം, അതിലിപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയാണ്. വിദ്യാർത്ഥി കേരളത്തിൽ ഇല്ലെന്നാണ് നിലവിലെ വിവരം. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുൻ രഘുവിനെ കാണാതായത്. സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം തിരിച്ചെത്തിയിട്ടില്ല. എന്തെങ്കിലും സൂചനകളുണ്ടോ എവിടെയാണെന്ന്? റോഷ്നി, ഈ +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനകളും ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഇന്നലെ രാത്രി നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. അവർ ഇപ്പോൾ അനുമാനത്തിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ വിദ്യാർത്ഥി ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം ഈ വിദ്യാർത്ഥിയുടെ ചിത്രം മറ്റ് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ കൈമാറിക്കൊണ്ട് കൃത്യമായ തിരച്ചിലൊക്കെ നടന്നിരുന്നതാണ്. പക്ഷേ വിദ്യാർത്ഥി കേരളം വിട്ടു എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത്, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. തിങ്കളാഴ്ചയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് താൻ സ്കൂളിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ്. പിന്നീട് സ്കൂളിൽ എത്തിയ ശേഷം അവിടെ നിന്ന് പോവുകയായിരുന്നു, വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ഇതോടുകൂടിയാണ് വൈകിട്ട് പിറവം പോലീസിന് വീട്ടുകാർ പരാതി നൽകിയിരുന്നത്. അങ്ങനെ പിറവം പോലീസ് പലയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പരിശോധിച്ചിരുന്നു. അപ്പോൾ ചിലയിടങ്ങളിലേക്ക് കുട്ടി എത്തിയതായിട്ടുള്ള വിവരം പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. എന്തായാലും ഇപ്പോഴും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഓക്കെ, ശരണാണ് മധ്യ കേരളത്തിലെ വാർത്തകൾ വിശദീകരിച്ചത്. നമുക്ക് വീണ്ടും വാർത്തകളുമായി ശരണിനെ കാണാം.